ആകാശവാണി. നമസ്കാരം. ലോക ആരോഗ്യ ദിനത്തെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 7, ലോക ആരോഗ്യ ദിനം. ലോകാരോഗ്യ സംഘടന 1948 സ്ഥാപിതമായതിന്റെ ഓർമ്മയ്ക്കായാണ് ഈ ദിനം ആഘോഷിക്കുന്നത്. ആഗോളതലത്തിൽ തന്നെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അവബോധം ജനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ വർഷവും ഈ ദിവസം ആരോഗ്യ ദിനമായി ലോകാരോഗ്യ സംഘടന ആചരിക്കുന്നത്. ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ സമ്പത്ത് ആരോഗ്യമാണ് എന്ന് അമേരിക്കൻ തത്വചിന്തകൻ റാൽഫ് വാൾഡോ എമേഴ്സണും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ആരോഗ്യം നഷ്ടപ്പെട്ടാൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതാം. സംതൃപ്തമായ ജീവിതത്തിന് ആരോഗ്യത്തിന് മുൻഗണന നൽകേണ്ടത് അത്യാവശ്യമാണ്. ആരോഗ്യത്തിനായി ഒന്നിക്കാം, ശാസ്ത്രത്തോടൊപ്പം നിലകൊള്ളാം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ആരോഗ്യരംഗത്ത് ശാസ്ത്രീയ തെളിവുകൾക്ക് പ്രാധാന്യം നൽകി മനുഷ്യരാശി ഒന്നിച്ചു പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകത ഇത് ചൂണ്ടിക്കാട്ടുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ വ്യാജ വിവരങ്ങളും തെറ്റായ ആരോഗ്യ നിർദ്ദേശങ്ങളും വ്യാപകമായ സാഹചര്യത്തിൽ ശാസ്ത്രത്തെ ആശ്രയിച്ചുള്ള പരിഹാരങ്ങളാണ് സമൂഹത്തെ സുരക്ഷിതമാക്കുന്നത് എന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. ആരോഗ്യം സംരക്ഷിക്കാൻ ശാസ്ത്രത്തെ വിശ്വസിക്കുകയും ശാസ്ത്രീയ തെളിവുകളെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് ഈ പ്രമേയത്തിന്റെ സന്ദേശം. ശാസ്ത്രീയ ഗവേഷണവും സഹകരണവും ആരോഗ്യ പുരോഗതിക്ക് അത്യാവശ്യമാണ്. ശാസ്ത്രത്തിലും പൊതുജനാരോഗ്യ സംവിധാനത്തിലുമുള്ള ജനങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യവും ദിനാചരണം ഉയർത്തിക്കാട്ടുന്നു. 2026 പ്രമേയം ഏക ആരോഗ്യം എന്ന ആശയത്തെയും പിന്തുണയ്ക്കുന്നു. മനുഷ്യൻ, മൃഗങ്ങൾ, പരിസ്ഥിതി എന്നിവ തമ്മിലുള്ള ബന്ധം തിരിച്ചറിയുകയും സമഗ്രമായ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാലാവസ്ഥാ വ്യതിയാനം, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ എന്നിവയും മനുഷ്യാരോഗ്യത്തെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. ഏക ആരോഗ്യം എന്നത് മനുഷ്യരാശിയുടെ തന്നെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. പുതിയ കാലത്തെ പകർച്ചവ്യാധികളിൽ ഭൂരിഭാഗവും മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് എത്തുന്നവയാണ്. അതിനാൽ മൃഗസംരക്ഷണം, വനം വന്യജീവി വകുപ്പുകൾ, ആരോഗ്യ വകുപ്പ് എന്നിവ ഏകോപിപ്പിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകത വളരെ വലുതാണ്. ഏകാരോഗ്യം എന്ന ആശയത്തെക്കുറിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം HOD ഡോക്ടർ അസ്മ റഹീം ആകാശവാണിയോട്. നാം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ഏകാരോഗ്യം അഥവാ വൺ ഹെൽത്ത്. മനുഷ്യന്റെ ആരോഗ്യം മൃഗങ്ങളുടെയും സസ്യങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ലളിതവും എന്നാൽ ഗഹനവുമായ സത്യമാണത്. പുതുതായി ഉണ്ടാകുന്ന പകർച്ചവ്യാധികളിൽ 60% മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് എത്തുന്നവയാണ്. നമ്മുടെ കൊച്ചു കേരളം കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നേരിട്ട ആരോഗ്യ പ്രതിസന്ധികൾ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇവയെല്ലാം നമ്മെ പഠിപ്പിച്ചത് രോഗപ്രതിരോധം എന്നത് ആശുപത്രികൾക്ക് പുറത്താണ് നടക്കേണ്ടത് എന്നാണ്. ആരോഗ്യം എന്നാൽ മരുന്നുകളിലോ ആശുപത്രികളിലോ ഒതുങ്ങുന്ന ഒന്നല്ല, മറിച്ച് നമ്മുടെ ചുറ്റുപാടുകളെയും പ്രകൃതിയെയും സഹജീവികളെയും ശാസ്ത്രീയമായി മനസ്സിലാക്കുക എന്നതാണ്. ഈ തിരിച്ചറിവിൽ നിന്നാണ് ഏകാരോഗ്യം അഥവാ വൺ ഹെൽത്ത് എന്ന വിപ്ലവകരമായ ആശയം ഉടലെടുക്കുന്നത്. വ്യാജ വാർത്തകളും അശാസ്ത്രീയമായ ചികിത്സാ രീതികളും പടരുന്ന ഈ കാലത്ത്, പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിലൂടെ ശാസ്ത്രീയമായ തെളിവുകളെ വിശ്വസിക്കുക, കണ്ടെത്തുക എന്നുള്ളതും നിർണായകമാണ്. ഉദാഹരണമാണ് ആന്റിബയോട്ടിക് പ്രതിരോധം. മനുഷ്യർക്കും മൃഗങ്ങൾക്കും അനാവശ്യമായി ആന്റിബയോട്ടിക്കുകൾ നൽകുന്ന വഴി മരുന്നുകളെ പ്രതിരോധിക്കുന്ന ബാക്ടീരിയകൾ വളരുന്നു. ഭാവിയിൽ ചെറിയ അസുഖങ്ങൾക്ക് പോലും മരുന്നില്ലാത്ത അവസ്ഥ വരാതിരിക്കാൻ ശാസ്ത്രീയമായ മരുന്നുപയോഗം നാം ശീലമാക്കണം. ശാസ്ത്രീയമായ ഉപദേശമില്ലാതെ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നത് വഴി മരുന്നുകളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള സൂപ്പർ ബഗുകൾ നമ്മുടെ മണ്ണിലും വെള്ളത്തിലും വളരും. പരിസ്ഥിതി നശിക്കുമ്പോൾ കൊതുകുജന്യ രോഗങ്ങളായ ഡെങ്കിപ്പനിയും മലേറിയയും വർദ്ധിക്കുന്നു. ഇവിടെ ശാസ്ത്രം നൽകുന്ന മുന്നറിയിപ്പുകൾ നാം അവഗണിക്കരുത്. മറ്റൊരു പ്രധാന വശം നമ്മുടെ വളർത്തുമൃഗങ്ങളുടെ ആരോഗ്യമാണ്. പരിസ്ഥിതിയെ മലിനമാക്കാതിരിക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. വളർത്തുമൃഗങ്ങൾക്ക് കൃത്യസമയത്ത് ചികിത്സ നൽകുക, മൃഗസംരക്ഷണം ഉറപ്പാക്കുക. അസുഖങ്ങൾ വരുമ്പോൾ സ്വയം ചികിത്സ ഒഴിവാക്കി ഡോക്ടറെ കാണുക. ശാസ്ത്രീയമായ അറിവുകൾ മാത്രം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ആരോഗ്യം എന്നത് രോഗമില്ലാത്ത അവസ്ഥ മാത്രമല്ല,
ശാരീരികമായും മാനസികമായും സാമൂഹികമായും സന്തുലിതമായ നിലയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങൾ, മാനസിക സമ്മർദ്ദം, മലിനീകരണം എന്നിവ മനുഷ്യാരോഗ്യത്തിന് വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുന്നു. അതിനാൽ ശരിയായ ഭക്ഷണശീലം, വ്യായാമം, ശുചിത്വം എന്നിവയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് അനിവാര്യമാണ്. ആരോഗ്യ സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ആയുർവേദ ചികിത്സാ രീതികളെക്കുറിച്ചും CGHS തിരുവനന്തപുരം ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രിയ എം സുന്ദരം. ഇന്നത്തെ കാലഘട്ടത്തിൽ ആരോഗ്യ പരിപാലനം എന്നത് അത്യാവശ്യമാണ്. ഗ്ലോബലൈസേഷൻ അഥവാ ആഗോളവൽക്കരണം മനുഷ്യരാശിക്ക് സമ്മാനിച്ച നന്മയോടൊപ്പം ജീവിതശൈലിയെ അത് ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ആരോഗ്യകരമായ മാറ്റങ്ങൾ എന്നും അഭിലഷണീയം തന്നെ. ജങ്ക് ഫുഡ്, ഫാസ്റ്റ് ഫുഡ്, പെപ്സി, കോള തുടങ്ങിയ പാനീയങ്ങൾ ഇവയിൽ പലതും ആരോഗ്യത്തിന് ഹാനികരമാണ്. അതുപോലെ തന്നെയാണ് വിഹാരം അഥവാ വ്യായാമം. ചിട്ടയോടുകൂടി ചെയ്യുന്ന വ്യായാമം ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ഉന്മേഷദായകമാണ്. ശുദ്ധമായ ആഹാരത്തോടൊപ്പം ശരീരത്തിനാവശ്യമായ വ്യായാമവും ശീലിക്കുക തന്നെ വേണം. ആരോഗ്യമാണ് സൗഖ്യം. അതുകൊണ്ട് തന്നെ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് നമുക്ക് ആരോഗ്യയുക്തമായ ഒരു തലമുറയെ വാർത്തെടുക്കാം. അനുഭവ സമ്പത്താണ് എല്ലാ ചികിത്സാ രീതികളുടെയും അടിസ്ഥാനം. മനുഷ്യരിലും മൃഗങ്ങളിലും കണ്ടുവരുന്ന രോഗങ്ങൾക്കും അവയുടെ പടരുന്ന രീതികൾക്കും സമാനതകളുണ്ട്. ഇവയെ ഒരേ രീതിയിൽ പഠന വിഷയമാക്കേണ്ടതുണ്ട്. മനുഷ്യർ വനപ്രദേശങ്ങളിലേക്ക് നടത്തുന്ന കടന്നുകയറ്റങ്ങളും ആഗോളതലത്തിൽ നടക്കുന്ന കുടിയേറ്റങ്ങളും രോഗാണുക്കൾ അതിവേഗം പടരാൻ കാരണമാകുന്നു. പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ വൈറസുകളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയെ തകർക്കുകയും അവ മനുഷ്യരിലേക്ക് എത്താൻ ഇടയാക്കുകയും ചെയ്യുന്നു. ഭാവിയിലെ മഹാമാരികളെ തടയാൻ പ്രാദേശിക തലത്തിലുള്ള നിരീക്ഷണം ശക്തമാക്കുകയും പരിസ്ഥിതി സൗഹൃദമായ ജീവിതശൈലി സ്വീകരിക്കുകയും വേണം. വായു, വെള്ളം, മണ്ണ് എന്നിവയുടെ ശുദ്ധി കാത്തുസൂക്ഷിക്കുന്നത് മനുഷ്യന്റെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. ആഹാരമാണ് ആരോഗ്യം എന്ന ഒരു ചൊല്ലുണ്ട്. ആരോഗ്യം സംരക്ഷിക്കണമെങ്കിൽ നമ്മൾ ഭക്ഷിക്കുന്ന ആഹാരം ഗുണമുള്ളതും ശുദ്ധവുമാകേണ്ടതുണ്ട്. ഇന്നത്തെ ലോകത്തിൽ ആരോഗ്യ സംരക്ഷണം വ്യക്തിപരമായ ഉത്തരവാദിത്തമായി മാറിയിരിക്കുന്നു. രോഗങ്ങളെക്കാൾ പ്രധാനം രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലാണ്. ശുദ്ധജലം കുടിക്കുക, ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക, സ്ഥിരമായി വ്യായാമം ചെയ്യുക, മാനസികാരോഗ്യം സംരക്ഷിക്കുക എന്നിവ ജീവിതത്തിന്റെ സ്ഥിരചര്യയാക്കേണ്ടതുണ്ട്. ഫാസ്റ്റ് ഫുഡ്, സമയം തെറ്റിയുള്ള ആഹാരം എന്നിവ ആരോഗ്യത്തെ സാരമായി ബാധിക്കുന്നു. ഡയറ്റീഷ്യൻ ഡോക്ടർ അനു മാത്യു ആകാശവാണിയോട്. ലോകാരോഗ്യ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ആരോഗ്യം എന്നത് പെട്ടെന്നുള്ള മാറ്റങ്ങളോ ട്രെൻഡുകളോ അല്ല, മറിച്ച് ദിവസേനയുള്ള ശീലങ്ങളിലൂടെ കെട്ടിപ്പടുക്കേണ്ട ഒരു ദീർഘകാല പ്രതിബദ്ധതയാണ് എന്നതാണ്. നിങ്ങളുടെ ഓരോ ഭക്ഷണത്തേരെയും പകുതി ഭാഗവും പഴങ്ങളും പച്ചക്കറികളും ആയിരിക്കണം. ബാക്കി പകുതിയിൽ കൊഴുപ്പ് കുറഞ്ഞ പ്രോട്ടീനും തവിടുള്ള ധാന്യങ്ങളും തുല്യമായി ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ജീവിതശൈലീ രോഗങ്ങളായ പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം, ഹൃദ്രോഗങ്ങൾ, ഫാറ്റി ലിവർ കൂടാതെ ദഹന പ്രശ്നങ്ങൾ എന്നിവയെ പ്രതിരോധിക്കാനും നിയന്ത്രിക്കാനും പോഷകാഹാരത്തിനെ പ്രയോജനപ്പെടുത്താൻ പഠിക്കണം. വൈവിധ്യമാർന്ന നിറങ്ങളിലുള്ള പഴങ്ങളും പച്ചക്കറികളും ദിവസേന ഉൾപ്പെടുത്തുന്നത് വഴി വിവിധതരം ആന്റി ഓക്സിഡന്റുകളും വിവിധതരം പോഷകങ്ങളും നമുക്ക് ദിവസേന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. സംസ്കരിച്ചതും എണ്ണയിൽ വറുത്തതുമായ ഭക്ഷണങ്ങൾ കുറയ്ക്കുക, വെള്ളം ധാരാളം കുടിക്കുക, ആവിയിൽ വേവിച്ചതും വീട്ടിൽ തയ്യാറാക്കുന്നതുമായ ഭക്ഷണത്തിന് മുൻഗണന നൽകുക എന്നിവയും നമുക്ക് ശീലമാക്കാവുന്നതാണ്. ഇന്ന് നാം വ്യാപകമായി കണ്ടുവരുന്നത് ശരീരഭാരം കുറയ്ക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഭക്ഷണ രീതിയെക്കുറിച്ചാണ്. പോഷകാഹാരം എന്നത് ശാസ്ത്രീയമായ ഒരു ശീലവും ജീവിത രീതിയുമാണ്. പുതിയതും ശാസ്ത്രീയ അടിത്തറയില്ലാത്തതുമായ ട്രെൻഡുകളുടെ പുറകെ പോയി കുറച്ചു ദിവസത്തെ ഡയറ്റിൽ മാത്രം ഒതുക്കേണ്ടതല്ല നമ്മുടെ ഭക്ഷണ രീതി. കുട്ടികളിൽ ആരോഗ്യകരമായ ഭക്ഷണ രീതികൾ ചെറുപ്പം മുതൽ തന്നെ ശീലമാക്കാൻ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ദിവസവും വിവിധതരം പഴങ്ങളോ പച്ചക്കറികളോ കഴിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക. ഇന്നത്തെ യുവജനങ്ങളും സ്കൂൾ കുട്ടികളും ധാരാളമായി ഉപയോഗിക്കുന്ന ഫാസ്റ്റ് ഫുഡുകൾ, ബേക്കറി ഐറ്റംസ്, പാക്കറ്റ് ഫുഡുകൾ എന്നിവയ്ക്ക് പകരം നട്ട്സ്, ഡ്രൈ ഫ്രൂട്ടുകൾ, പഴങ്ങൾ, വീട്ടിൽ തയ്യാറാക്കുന്ന ആരോഗ്യകരമായ വിഭവങ്ങൾ എന്നിവയ്ക്ക് മുൻതൂക്കം കൊടുക്കുക. പഞ്ചസാര, ഉപ്പ്, മധുരപലഹാരങ്ങൾ, മധുരപാനീയങ്ങൾ എന്നിവയുടെ ഉപയോഗം കുറയ്ക്കുന്നത് വഴി ജീവിതശൈലി രോഗങ്ങളെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും. പോഷകപ്രദമായ ഭക്ഷണം തിരഞ്ഞെടുക്കുന്നത് പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ശാരീരിക വ്യായാമവും. ദിവസവും 30 മിനിറ്റെങ്കിലും വേഗത്തിൽ നടക്കുക. വീടിനുള്ളിൽ തന്നെ ചെയ്യാവുന്ന ശാരീരിക വ്യായാമങ്ങൾ, നൃത്തം, സൈക്ലിംഗ്, എയ്റോബിക് എക്സസൈസ് എന്നിവ ശീലമാക്കുന്നത് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താൻ വളരെ നല്ലതാണ്. ശരീരത്തിന്റെ ആരോഗ്യത്തിനൊപ്പം തന്നെ നാം മുൻതൂക്കം കൊടുക്കേണ്ട മറ്റൊരു കാര്യമാണ് മാനസിക ആരോഗ്യം, അതായത് മെന്റൽ വെൽനസ്. ജോലി തിരക്കിനിടയിലും മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾക്കായി നാം സമയം കണ്ടെത്തണം. ശാരീരിക ആരോഗ്യം പോലെ തന്നെ പ്രധാനമാണ് മാനസിക ആരോഗ്യവും. മനസ്സിന്റെ ശാന്തിയും സ്ഥിരതയും ഇല്ലാതെ
ഒരു വ്യക്തിക്കും സമ്പൂർണ്ണ ആരോഗ്യവാനാകാൻ സാധിക്കില്ല. അതിനാൽ തന്നെ ലോകാരോഗ്യ സംഘടന മാനസികാരോഗ്യത്തെ സമഗ്രാരോഗ്യത്തിന്റെ അവിഭാജ്യ ഘടകമായി കണക്കാക്കുന്നു. ആധുനിക ജീവിത രീതി മനുഷ്യന്റെ മനസ്സിനെ വലിയ രീതിയിൽ ബാധിക്കുന്നു. ജോലി സമ്മർദ്ദം, പഠനഭാരം, സാമ്പത്തിക പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, സാമൂഹിക മാധ്യമങ്ങളുടെ അതിരുകടന്ന ഉപയോഗം എന്നിവ മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു. നല്ല മാനസികാരോഗ്യമുള്ള വ്യക്തിക്ക് വ്യക്തമായ ചിന്താശേഷിയും നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവും സന്തോഷകരമായ ബന്ധങ്ങളും ഉണ്ടായിരിക്കും. മറിച്ച് മാനസിക പ്രശ്നങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും ബാധിക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ മോഹൻ റോയ് ജി. ആരോഗ്യമുള്ള ശരീരത്തിലാണ് ആരോഗ്യമുള്ള മനസ്സ് എന്ന് നാം പൊതുവെ പറയാറുണ്ട്. പക്ഷേ പഠനങ്ങൾ പറയുന്നത് ഇതിപ്പോൾ നേരെ തിരിച്ചാണെന്ന്. ആരോഗ്യമുള്ള ഒരു മനസ്സിൽ മാത്രമേ ആരോഗ്യമുള്ള ശരീരം ഉണ്ടാകൂ എന്നുള്ളതാണ്. പൊതുവെ ആരോഗ്യത്തിലേക്കുള്ള പാത നമ്മൾ നോക്കുമ്പോൾ പൊതുവായി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഭക്ഷണ നിയന്ത്രണം, വ്യായാമം, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം കുറയ്ക്കൽ തുടങ്ങിയവയാണ് അവയിൽ സാധാരണയായി നാം പറയുന്ന ചില കാര്യങ്ങൾ. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങളുടെ മാനസികാരോഗ്യം പൂർണ്ണമായിരിക്കണമെന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. ഉദാഹരണം, നിങ്ങളൊരു വിഷാദ രോഗിയാണെന്ന് വെച്ചോളൂ. വിഷാദ രോഗിയാണെങ്കിൽ നിങ്ങൾക്ക് വ്യായാമം ചെയ്യാനുള്ള ഒരു ഊർജ്ജം ഉണ്ടാകില്ല. ഭക്ഷണ നിയന്ത്രണം നിങ്ങൾക്ക് സാധ്യമാവുകയില്ല. നിങ്ങൾക്ക് ആളുകളോട് ഇടപഴകാനും സംസാരിക്കാനും ഒന്നും പറ്റുകയില്ല. ഇവയൊക്കെ തന്നെ നിങ്ങളുടെ ശാരീരിക ആരോഗ്യത്തെ ബാധിച്ചേക്കാമെന്നുള്ളത് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പ്രമേഹ രോഗത്തോടൊപ്പം രക്തസമ്മർദ്ദം കൂടി ഉണ്ടെന്ന് വെച്ചോളൂ. രക്തസമ്മർദ്ദത്തിനും ഈ പറയുന്ന ഭക്ഷണ നിയന്ത്രണവും വ്യായാമവും, എന്തിനധികം ഭക്ഷണത്തിലെ ഉപ്പ് നിയന്ത്രിക്കുന്ന കാര്യത്തിൽ പോലും സ്വഭാവപരമായ ചില ഘടകങ്ങളില്ലേ. നാമൊക്കെ യഥാർത്ഥത്തിൽ ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ വയറിന് വേണ്ടിയാണോ നമ്മുടെ തലച്ചോറിന് വേണ്ടിയാണോ എന്ന് ആലോചിക്കേണ്ടതുണ്ട്. നമുക്ക് ഭക്ഷണം കഴിച്ച് മതിയായോ എന്നും ഭക്ഷണത്തോടുള്ള നമ്മുടെ താല്പര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് തലച്ചോറാണെന്ന് ആധുനിക ന്യൂറോ സയൻസിന്റെ പഠനങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ ആരോഗ്യമുള്ള ഒരു ശരീരത്തിലേക്ക് വേണ്ട ഒരു പാത സൃഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ ആരോഗ്യമുള്ള ഒരു മനസ്സ് അത്യന്താപേക്ഷിതമാണ്. ശാരീരികാരോഗ്യവും മാനസികാരോഗ്യവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് എന്നതിനപ്പുറം യഥാർത്ഥത്തിൽ മാനസികാരോഗ്യമാണ് ശാരീരികാരോഗ്യത്തിന്റെ അടിസ്ഥാനം എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കി തന്നെയാണ് ലോകാരോഗ്യ സംഘടന ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ആരോഗ്യമുള്ള മനസ്സാണ് ആരോഗ്യമുള്ള ശരീരത്തിന്റെ അടിസ്ഥാനമെന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കി നമ്മൾ ചികിത്സയുടെ എല്ലാ ഘട്ടത്തിലും, അത് ഏത് രോഗത്തിന്റെ തന്നെയാണെങ്കിലും, പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങി ഹൃദയാഘാതവും എന്തിനധികം ക്യാൻസർ വരെയുള്ള രോഗികളിലെ മാനസികമായ പ്രശ്നങ്ങൾ എന്തൊക്കെയുണ്ടെന്നുള്ളത് നമുക്കറിയാമല്ലോ. ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ പൊതുവെ ഒരു വ്യക്തിയെ കണ്ടുകൊണ്ട്, ഇപ്പോൾ നമ്മൾ പൊതുവായി വൈദ്യശാസ്ത്രം മാറുന്നത് വ്യക്തി കേന്ദ്രീകൃത ചികിത്സകളിലേക്കാണ്. പേഴ്സൺ സെൻറ്റേർഡ് മെഡിസിൻ എന്നാണ് നമ്മളതിനെ പറയുന്നത്. അത്തരം വ്യക്തി കേന്ദ്രീകൃത ചികിത്സകളിലേക്ക് നമുക്ക് എത്തുമ്പോൾ ഇത്തരം മാനസിക ഘടകങ്ങളും വളരെയേറെ പ്രാധാന്യമർഹിക്കുന്നതാണ്. ലോകാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് വിവിധ രാജ്യങ്ങളിൽ ബോധവൽക്കരണ പരിപാടികൾ, ആരോഗ്യ ക്യാമ്പുകൾ, സെമിനാറുകൾ എന്നിവ സംഘടിപ്പിക്കുന്നു. സ്കൂളുകൾ, കോളേജുകൾ, ആശുപത്രികൾ, സാമൂഹിക സംഘടനകൾ എന്നിവ സജീവമായി പങ്കാളികളാകുന്നു. ഇതിലൂടെ ആരോഗ്യപരമായ ജീവിതശൈലി ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. ആരോഗ്യം വ്യക്തിപരമായ ഉത്തരവാദിത്തം മാത്രമല്ല, സമൂഹത്തിന്റെ കൂട്ടായ ഉത്തരവാദിത്തവുമാണ്. ആരോഗ്യകരമായ സമൂഹം മാത്രമേ സമ്പന്നമായ രാജ്യത്തിന്റെ അടിസ്ഥാനമാകൂ. അതിനാൽ സർക്കാർ, ആരോഗ്യ സംഘടനകൾ, ശാസ്ത്രജ്ഞർ, പൊതുജനങ്ങൾ എന്നിവർ ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കേണ്ടതാണ്. ഭക്ഷണക്രമത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ, വ്യായാമം, കൃത്യമായ വിശ്രമം, മാനസിക സമ്മർദ്ദം കുറയ്ക്കൽ എന്നിവയിലൂടെ നമുക്ക് മികച്ചൊരു ജീവിതശൈലി കെട്ടിപ്പടുക്കാം. അതോടൊപ്പം തന്നെ പരിസര ശുചിത്വം പാലിക്കാനും പകർച്ചവ്യാധികൾക്കെതിരെ ജാഗ്രത പുലർത്താനും നാം ബാധ്യസ്ഥരാണ്. ആരോഗ്യകരമായ ഒരു തലമുറയെ വാർത്തെടുക്കാൻ സർക്കാരും സമൂഹവും വ്യക്തികളും കൈകോർത്ത് പ്രവർത്തിച്ചാൽ മാത്രമേ ലോകാരോഗ്യ ദിനാചരണം അർത്ഥപൂർണമാവുകയുള്ളൂ. ലോക ആരോഗ്യ ദിനത്തെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ പ്രകൃതി.